എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് +2 കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദി സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററാണ്. സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് ചോദിച്ചാൽ, സോളിഡ്സിനെ കുറിച്ചിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് സോളിഡ്സിൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സ്, കുറച്ച് ഫീച്ചേഴ്സ്, കുറച്ച് പ്രോപ്പർട്ടീസ്, അതിലൂടെ കുറച്ച് തിയറീസ്, അത്രയുമാണ് സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററിൽ കൂടെ പഠിക്കാനുള്ളത്. പ്രധാനമായിട്ടും ഒരു ഫിസിക്കൽ കെമിസ്ട്രി എന്ന സെക്ഷനിൽ വരുന്ന ഒരു ചാപ്റ്ററാണ് സോളിഡ് സ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ കുറേയധികം ഇക്വേഷൻസും അതിനനുസരിച്ച് കുറേ പ്രോബ്ലംസും അതിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് ഉള്ളൊരു ചാപ്റ്ററാണ്. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാം ആയിട്ടുള്ള നീറ്റ് JEE എക്സാമുകൾക്കും കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കണ ഒരു ചാപ്റ്ററാണ് ദി സോളിഡ് സ്റ്റേറ്റ്. നമുക്കപ്പം ചാപ്റ്ററിലേക്ക് പോകാം. സോളിഡ് സ്റ്റേറ്റിൽ ആദ്യമായിട്ട് പഠിക്കാനുള്ളത് ജനറൽ ക്യാരക്ടേഴ്സ് ഓഫ് സോളിഡ്സ് എന്ന ഒരു സെക്ഷനാണ്. സോളിഡ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദെയർ മെൽറ്റിംഗ് പോയിൻറ്റ്. അതായത് ഓരോ സോളിഡ്സിനും അതിൻ്റെ ഒരു ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ അതിന് ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ടായിരിക്കും എന്നതാണ്. സോളിഡ്സ് എന്നാൽ പാർട്ടിക്കിൾസ് അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതല്ലേ അവിടെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. ഓക്കെ, മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് എ സോളിഡ് ഗിവ് ആൻ ഐഡിയ അബൌട്ട് നേച്ചർ ഓഫ് ബൈൻഡിങ് എനർജി എക്സിസ്റ്റ് ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ്. അതായത് ഒരു സോളിഡിന് കൂടുതൽ മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ട് എന്ന് അതിന് മീൻ ചെയ്യണമെങ്കിൽ അതിന് അവിടെ പാർട്ടിക്കിൾസ് ഹൈ ആയിട്ട് അട്രാക്ട് ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് മെൽറ്റിംഗ് പോയിൻ്റ് is directly proportional to its binding energy, which means it is the attractive of the constituent particles or atoms. Due to the presence of the strong attractive force exist between the particles of the solids have definite shape, definite volume, definite density and less compressibility. These are the general characters of solids: definite shape, definite volume, definite density, less compressibility. What do you mean by compressibility? എന്താണ് compressibility എന്തെന്ന് വെച്ചാൽ, compressibility means compression ആണ്. Means when we apply a pressure, then the solid become compressed. അതാണ് കംപ്രസിബിലിറ്റി എന്ന ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് റിലേറ്റീവ് വോളിയം കുറയുന്നത്. സോളിഡിനെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ പാർട്ടിക്കിൾസ് അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ലെസ് കംപ്രസിബിൾ ആയിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്കാണ് പോണത്. ഓൺ ദി ബേസിസ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് എന്നതിൻ്റെ ബേസിൽ നമുക്ക് സോളിഡ്സിനെ രണ്ടായിട്ട് തിരിക്കാം. സോളിഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 2 types. ഓക്കെ, ഒന്നാമത്തത് ദി ഫസ്റ്റ് വൺ ഈസ് ക്രിസ്റ്റലൈൻ സോളിഡ്. ക്രിസ്റ്റലൈൻ സോളിഡ്, എ സോളിഡ് ഇൻ വിച്ച് particles are regularly arranged and possess long range order throughout the solid. Long range order, which means it is the a special arrangement, means orderly arranged. അതായത് ആറ്റംസ് യൂണിക് ആയിട്ട് അല്ലെങ്കിൽ ത്രൂ ഔട്ട് ആയിട്ട് ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഫാഷനിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിന് പറയുന്ന പേരാണ് ലോങ് റേഞ്ച് ഓർഡർ. ലോങ് റേഞ്ച് ഓർഡർ ത്രൂ ഔട്ട് ദി സോളിഡ് ഈസ് നൗൺ ആസ് ക്രിസ്റ്റലൈൻ സോളിഡ്. എ സോളിഡ് in which particles are regularly arranged and possess long range order throughout the solid is known as crystalline solid. All metals are crystalline solid. Okay, then we move to amorphous solid. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് amorphous solid. A solid in which particles are irregularly arranged and possess short range order throughout the solid. ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു റെഗുലർ അറേഞ്ച്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയില്ല. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫാഷനിലുള്ള അറേഞ്ച്മെൻറ്റ് ആയിരിക്കത്തില്ല, ഡിസോർഡേഴ്സ് ആയിരിക്കും. ഓക്കെ, ഷോർട്ട് റേഞ്ച് ഓർഡർ ത്രൂ ഔട്ട് ദി സോളിഡ് ഈസ് നൗൺ ആസ് amorphous solid. Plastic, polymers, rubbers are in amorphous solid. Okay, this is a table showing the differences between crystalline solid and amorphous solid. Crystalline solid amorphous solid തമ്മിലുള്ള ഒരു കമ്പാരറ്റീവ് സ്റ്റഡിയാണ് നമ്മൾ അടുത്തതായിട്ട് ഉൾപ്പെടുത്തുന്നത്. Crystalline solid means regular arrangement of particles. Particles are regularly arranged. Amorphous means particles are irregularly arranged. അടുത്തത് ക്രിസ്റ്റലൈൻ സോളിഡ് പോസസ് ലോങ് റേഞ്ച് ഓർഡർ. അമോർഫസിൽ പോസസ് ഷോർട്ട് റേഞ്ച് ഓർഡർ. പറഞ്ഞല്ലോ അതിൻ്റെ മീനിങ്.
ക്രിസ്റ്റലൈൻ സോളിഡ് ഹാവ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ്, അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, പർട്ടിക്കുലർ മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ടാവും. പക്ഷേ ബട്ട് അമോർഫസ് സോളിഡ് ദേ മെൽറ്റ് ഓവർ എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, മീൻസ് അതിന് ദാറ്റ് ഡസ് നോട്ട് ഹാവ് എ പർട്ടിക്കുലർ മെൽറ്റിംഗ് പോയിൻറ്റ്. അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിനിടയിലായിരിക്കും കാണുക. അടുത്തത് ദേ ഗിവ് റെഗുലർ കട്ട്. ക്രിസ്റ്റലൈൻ സോളിഡ് ഗീവ്സ് റെഗുലർ കട്ട്, മീൻസ് അതിന് ഓർഡർ അതായത് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഓർഡർലി അറേഞ്ച്മെൻ്റ് ആണല്ലോ. അപ്പോൾ അതിന് പ്രോപ്പർ സിമെട്രിയും പ്രോപ്പർ ആറ്റം ഡിസ്ട്രിബ്യൂഷനും ഒരു യൂണിക് ഫാഷനായിട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ അതിനെ റെഗുലറായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ദേ ഗീവ് റെഗുലർ കട്ട്. അപ്പോൾ അമോർഫസ് സോളിഡ്സ് ദേ ഗീവ് ഇറെഗുലർ കട്ട്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപ്പിക്. Amorphous solids are isotropic. What do you mean by anisotropic and isotropic? നമ്മൾ ലേറ്റർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്രിസ്റ്റലൈൻ സോളിഡ്സ് എക്സാമ്പിൾ മെറ്റൽസ് ആർ ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ദെൻ അമോർഫസ് സോളിഡ്സ് പ്ലാസ്റ്റിക്, ഗ്ലാസ്, റബ്ബർ, പോളിമർ, പേപ്പർ, PVC etc. are in amorphous solid category. Then we move to the term isotropy and anisotropy. എന്താണ് ഐസോട്രോപ്പിയും അനൈസോട്രോപ്പിയും എന്നതാണ് ഇവിടെ പറയാൻ പോകുന്നത്. Physical properties of a solid like thermal conductivity, electrical conductivity, refractive index are same in different direction said to be isotropy. അതായത് ഒരു സോളിഡിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള തെർമൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നിവ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് സെയിം ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ, അത് ഐഡൻറ്റിക്കൽ ആയിരിക്കും എല്ലാ ഡയറക്ഷനിലും. അതിന് പറയുന്ന പേരാണ് ഇറ്റ് ഈസ് സെഡ് ടു ബി ഐസോട്രോപ്പി. ഓക്കെ, ദാറ്റ് പ്രോപ്പർട്ടി, സച്ച് പ്രോപ്പർട്ടി ഈസ് നൗൺ ആസ് ഐസോട്രോപ്പി. സച്ച് സബ്സ്റ്റൻസസ് ആർ കാൾഡ് ഐസോട്രോപിക് സബ്സ്റ്റൻസസ്. ഓക്കെ, ഐസോട്രോപിക്. All amorphous solids are isotropic in nature. എല്ലാ അമോർഫസ് സോളിഡുകളും ഐസോട്രോപ്പി ആയിരിക്കും ഒബേ ചെയ്യുക. അടുത്തതായിട്ട് എന്താണ് അനൈസോട്രോപ്പി എന്നതാണ് പറയുന്നത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ലൈക്ക് തെർമൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആർ ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ സെഡ് ടു ബി അനൈസോട്രോപ്പി. ഓക്കെ, അപ്പോൾ ഒരു സോളിഡിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടികളായിട്ടുള്ള തെർമൽ കണ്ടക്ടിവിറ്റിയും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഡിഫറൻറ്റ് ഇൻ ഡിഫറൻറ്റ് ഡയറക്ഷൻ ഈസ് സെഡ് ടു ബി അനൈസോട്രോപ്പി. മനസ്സിലായി കാണുമല്ലോ, ഡിഫറൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഐസോട്രോപ്പിക് ആയിരുന്നെങ്കിൽ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ ആയിരുന്നു. എന്നാൽ അനൈസോട്രോപ്പി വന്നപ്പോഴത്തേക്ക് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷനായി. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. ഇറ്റ് ഈസ് സെഡ് ടു ബി അനൈസോട്രോപ്പി. സച്ച് സബ്സ്റ്റൻസ് ആർ കാൾഡ് അനൈസോട്രോപ്പിക്. ഓക്കെ, all crystalline solids are anisotropic in nature. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് യു മീൻ ബൈ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. എന്താണ് സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്? അതായത് ചില സോളിഡുകൾ ചില പ്രോപ്പർട്ടികളിൽ ലിക്വിഡിനെ പോലെ ബിഹേവ് ചെയ്യുന്നു. ഇത്തരത്തിൽ ലിക്വിഡിനെ പോലെ ചില പ്രോപ്പർട്ടികൾ സോളിഡ് ബിഹേവ് ചെയ്യുന്നതിന് ആ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് സൂപ്പർ കൂൾഡ് ലിക്വിഡുകൾ. സർട്ടൻ അമോർഫസ് സോളിഡ്സ് ബിഹേവ് ലൈക്ക്, അമോർഫസ് സോളിഡ് ആണ്, അത് മറക്കരുത്. സർട്ടൻ അമോർഫസ് സോളിഡ്സ് ബിഹേവ് ലൈക്ക് ലിക്വിഡ്സ് ഇൻ സർട്ടൻ പ്രോപ്പർട്ടീസ് ആൻഡ് ദേ ആർ കാൾഡ് സൂപ്പർ കൂൾഡ് ലിക്വിഡ് ഓർ സ്യൂഡോ സോളിഡ്. അപ്പോൾ പറഞ്ഞു ചില ലിക്വിഡ്സ് ചില അമോർഫസ് സോളിഡുകൾ ലിക്വിഡിൻ്റെ കൂട്ട് ബിഹേവ് ചെയ്യുന്നു. സർട്ടൻ പ്രോപ്പർട്ടീസ്. വിച്ച് ആർ ദീസ് പ്രോപ്പർട്ടീസ്? അപ്പോൾ ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണെന്ന് നോക്കാം. ദി പ്രോപ്പർട്ടീസ് ആർ irregular arrangement of particles, isotropy and fluidity. എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ്? വിച്ച് ആർ ദി പ്രോപ്പർട്ടീസ്? irregular arrangement of particles, isotropy and fluidity. Example, glass is an example of super cooled liquid. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഗ്ലാസ് ഈസ് എ സൂപ്പർ കൂൾഡ് ലിക്വിഡ്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതായത് നമുക്കറിയാമല്ലോ ഗ്ലാസ് വിൻഡോ പാൻസ്, അതായത് ഗ്ലാസ് ഏതാണ്ട് ഈ സംഭവം കണ്ടില്ല, അതാണ്ട് ഇപ്പം ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇവിടെ ഗ്ലാസ് കണ്ടില്ലേ. അപ്പം ഈ ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ കൂൾഡ് ലിക്വിഡാണ് എന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് കാണുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഈ ഗ്ലാസ് പെർപെൻഡിക്കുലറായിട്ട് നിൽക്കുമല്ലേ. അപ്പോൾ ഇവിടുത്തെ പാർട്ടിക്കിൾസ് ഫ്ലൂയിഡിനെ പോലെ ബിഹേവ് ചെയ്തിട്ട് ബോട്ടം പൊസിഷനിൽ കൂടുതൽ തിക്നെസ് കാണും ദാൻ ടോപ്പ് പൊസിഷൻ. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാകും പാർട്ടിക്കിൾസ് മൂവ് ചെയ്ത്. അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. അപ്പോൾ നമുക്കിനി നമ്മുടെ നോട്ട്സിലേക്ക് പോകാം. ദി ഗ്ലാസ് വിൻഡോ പാൻസ് ഓഫ് ഓൾഡ് ബിൽഡിങ്സ് ആർ ഫൗണ്ട് ടു ബി തിക്കർ അറ്റ് ദി ബോട്ടം ദാൻ അറ്റ് ദി ടോപ്പ്. ഓക്കെ, ദിസ് ഈസ് ബിക്കോസ് പാർട്ടിക്കിൾസ് ഓഫ് ഗ്ലാസ് ക്യാൻ ഫ്ലോ ഡൗൺ very slowly and make the bottom portion slightly thicker. അപ്പോൾ ഗ്ലാസ് ഒരു സൂപ്പർ കൂൾഡ് ലിക്വിഡാണ്. നമ്മൾ ഓൾഡ് ആയിട്ടുള്ള വിൻഡോ പാൻസ് നോക്കിയാൽ അവിടെ ബോട്ടം പൊസിഷനിൽ തിക്നെസ് കൂടുതലായിരിക്കും. ബോട്ടം പൊസിഷനിലെ തിക്നെസ് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ദി ടോപ്പ് പൊസിഷൻ ഓഫ് ഓൾഡ് വിൻഡോ പാൻസ്. ഓക്കെ, ഇത് മനസ്സിലായി കാണുമല്ലോ. Glass is a supercooled liquid. The glass window panes of old buildings are found to be thicker at the bottom than at the top. This is because particles of the glass can flow down very slowly and make the bottom portion slightly thicker because glass is a supercooled liquid. അടുത്തതായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കുറച്ച് പോയിൻറ്റ്സ് ആണ്. ഒന്നാമത്തെ പോയിൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ എക്സാമിന് ചോദിക്കണ ഒരു കാര്യമാണ്. സം ഓൾഡ് ഗ്ലാസ് ഒബ്ജക്ട്സ് ആർ ഫൗണ്ട് ടു ബിക്കം മിൽക്കി ഇൻ അപ്പിയറൻസ്. എന്തുകൊണ്ടാണ് ഓൾഡ് ആയിട്ടുള്ള ഗ്ലാസ് ഒബ്ജക്റ്റുകൾ മിൽക്കി ഇൻ അപ്പിയറൻസിൽ ഷോസ് ചെയ്യണത് കാണുന്നത്? അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്: ബിക്കോസ് ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഓവർ എ നമ്പർ ഓഫ് ഇയേഴ്സ്. കുറേ നാൾ കൊണ്ടിട്ട് ക്രിസ്റ്റലൈസേഷൻ എന്ന പ്രോസസ്സ് നടന്നത് കൊണ്ടിട്ടാണ് സം ഓൾഡ് ഗ്ലാസ് ഒബ്ജക്ട്സ് ആർ ഫൗണ്ട് ടു ബിക്കം മിൽക്കി ഇൻ അപ്പിയറൻസ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. Any material can be converted to amorphous by rapid cooling of its melt annealing. അപ്പം ഇതൊരു പോയിൻ്റാണ്. ഏതൊരു മെറ്റീരിയലിനെ വേണമെങ്കിലും നമുക്ക് അമോർഫസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ റാപ്പിഡ് കൂളിംഗ് ഓഫ് ഇറ്റ്സ് മെൽറ്റ്. അപ്പോൾ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിൽ എത്തിയിട്ട് അതിനെ പെട്ടെന്ന് റാപ്പിഡ് കൂൾ ചെയ്താൽ ഏതൊരു സബ്സ്റ്റൻസിനെ നമുക്ക് അമോർഫസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അമോർഫസ് മീൻസ് അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇറഗുലർ ആയിട്ട് മാറും. ഇപ്പോൾ ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടി ഇവിടെ പറയുന്നുണ്ട്. എക്സാമ്പിൾ സിലിക്ക SiO2. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും: ക്വാർട്സ് ഈസ് എ ക്രിസ്റ്റലൈൻ SiO2 വൈൽ സിലിക്ക ഗ്ലാസ് ഈസ് അമോർഫസ്. എന്തുകൊണ്ടാണെന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ചോദിക്കും. എന്താണ് ഈ ക്വസ്റ്റ്യൻ? എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വായിച്ചത്? ക്വാർട്സ് ഈസ് എ ക്രിസ്റ്റലൈൻ SiO2 വൈൽ സിലിക്ക ഗ്ലാസ് ഈസ് അമോർഫസ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ഇതിൻ്റെ അനീലിംഗ് നടത്തുന്ന ഒരു എക്സാമ്പിൾ. അപ്പം എക്സാമ്പിൾ സിലിക്ക എന്ന് പറയുന്നത് SiO2 ആണ്. SiO2 ക്രിസ്റ്റലൈസ് ചെയ്താൽ ക്വാർട്സ് ആകും. ക്വാർട്സിൽ SiO4 ടെട്രാഹീഡ്ര അറേഞ്ച് ചെയ്തേക്കുന്നത് റെഗുലർ മാനറിലാണ്. ഓക്കെ, അപ്പം എക്സാമ്പിൾ സിലിക്ക SiO2 crystallizes as quartz in which SiO4 tetrahedra are arranged in a regular manner. But on heating and rapid cooling എന്ന് വെച്ചാൽ by undergoing annealing process, it gives glass in which SiO4 tetrahedra is arranged in irregular manner. അപ്പോൾ അനിലിങ്ങിന് പ്രോസസ്സിന് വിധേയമാക്കിയപ്പോഴത്തേക്ക് അവിടുത്തെ ഇറഗുലർ ആയിട്ട് മാറിയിട്ടുണ്ട്. റെഗുലർ ആയിട്ടുള്ള SiO4 ടെട്രാഹീഡ്രൻ്റെ അറേഞ്ച്മെൻറ്റ് ഇറഗുലർ അറേഞ്ച്മെൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. റെഗുലർ ആയിരുന്നത് അനിലിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറഗുലർ അറേഞ്ച്മെൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദ ക്വാർട്സ് ഈസ് എ ക്രിസ്റ്റലൈൻ SiO2 വൈൽ സിലിക്ക ഗ്ലാസ് ഈസ് അമോർഫസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, എല്ലാ കൂട്ടുകാരും മനസ്സിലാക്കാണല്ലോ. ഒന്നുകൂടെ വായിക്കാം. Silica SiO2 crystallizes as quartz in which SiO4 tetrahedra are arranged in regular manner, but on heating and rapid cooling it gives glass in which SiO4 tetrahedra is arranged in irregular manner. Thus quartz is a crystalline SiO2 while silica glass is amorphous. ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് യൂസസ് ഓഫ് അമോർഫസ് സോളിഡ്സ് എന്നതിൻ്റെ 2 യൂസസ് പഠിക്കാനുണ്ട്. അമോർഫസ് സോളിഡ്സിൻ്റെ അമോർഫസ് സിലിക്ക ഈസ് used in photovoltaic cell. അപ്പോൾ അമോർഫസ് സിലിക്ക യൂസ്ഡ് ഇൻ ഫോട്ടോവോൾട്ടൈക് സെല്ലിൽ യൂസ് ചെയ്യണത്. അടുത്ത അമോർഫസ് സിലിക്ക ഈസ് യൂസ്ഡ് ആസ് സിലിക്ക ഗ്ലാസ്. ഓക്കെ, സിലിക്ക ഗ്ലാസ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പാർട്ട് 1 ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പാർട്ട് 2 അടുത്ത കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ.